ഹായ് ഫ്രണ്ട്സ്, കേന്ദ്ര ഗവൺമെന്റ് കാർഷിക ഉത്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിച്ചു. നെല്ലുൾപ്പെടെ 14 ഇനം കാർഷിക വിളകളുടെയാണ് താങ്ങുവില പുതുക്കി നിശ്ചയിച്ചത്. നല്ലത്, വളരെ നല്ലത്. കർഷകൻ അത് അറിയിക്കുക തന്നെ ചെയ്യുന്നു, ഒരു സംശയവുമില്ല. പക്ഷേ അപ്പോഴൊന്നും റബ്ബറിനെയോ റബ്ബർ കർഷകനെയോ പരിഗണിച്ചതേയില്ല. എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ ബിഷപ്പ് പാംപ്ലാനിയുടെ വാക്കുകളാണ്. റബ്ബറിന് 300 രൂപയാക്കുകയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ നിന്നും MP മാരില്ല എന്ന പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം. ഏതാണ് ഇത്തവണ BJPക്ക് MP ഉണ്ട്, ശ്രീമാൻ സുരേഷ് ഗോപി. പക്ഷേ അതിന് ബിഷപ്പിന്റെ വാക്കുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പ്രതിഫലിപ്പിച്ചത് ഒരു ജനസമൂഹത്തിന്റെ പൊതുവായ ചേതോവികാരമാണ്. പക്ഷേ അതിന് യാതൊരു പരിഗണനയും ലഭിച്ചില്ല ഇത്തവണ. ഏതാണെങ്കിലും ശ്രീ ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു. തീർച്ചയായും ഈ പ്രശ്നം ലോക്സഭയിൽ ഉന്നയിക്കാമെന്നുള്ളതേ ഉള്ളൂ. പ്രതിപക്ഷത്തെ ഒരു MP, ഒറ്റയാൾ പോരാട്ടം, ഒരു MP മാത്രമുള്ള ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ MP അവസരം കിട്ടുമോ എന്നുള്ളതിനെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കിട്ടിയാൽ പോലും അല്പസമയം മാത്രം സംസാരിക്കാൻ അവസരം കിട്ടും. ആ സമയം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാം, അത്ര തന്നെ. ഇതൊക്കെ പറഞ്ഞാലും കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ നടപടി തികച്ചും പ്രശംസനാർഹം തന്നെ. എനിക്കറിയേണ്ടത് ബാക്കി 19 MP മാർ എവിടെ? കേരളത്തിന്റെ ചേതോവികാരം പ്രകടമാക്കാൻ ബാധ്യപ്പെട്ട, ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രകടമാക്കേണ്ടുന്ന ആ MP മാരെല്ലാം എവിടെ? ആരും പ്രതികരിച്ചു കണ്ടില്ല. പ്രത്യേകിച്ചും സുരേഷ് ഗോപി, അദ്ദേഹം മന്ത്രി കൂടിയാണ്. എന്നിട്ടും എന്തേ മലയാളിയുടെ, പ്രത്യേകിച്ചും റബ്ബർ കർഷകന്റെ ആ ദുഃഖം കണ്ടില്ല എന്ന് നടിക്കുന്നു. കേരളം ഒരു സംസ്ഥാനത്ത് നിന്ന് BJPക്ക് MP കിട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. എന്നിട്ടും എന്തേ ശ്രീമാൻ സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല? അതുപോലെ മറ്റ് MP മാരും ഇവർ പ്രതികരിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും കേരളത്തിന് ചേതോവികാരം ഇന്ത്യൻ പാർലമെന്റ് പ്രകടമാക്കാൻ ബാധ്യപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട MP മാരെല്ലാം എവിടെ? പണ്ടൊരിക്കൽ ശ്രീമതി നിർമ്മല സീതാരാമൻ ധനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഇപ്പൊ ശരിയാക്കി തരാം റബ്ബർ കർഷകന്റെ കാര്യം. പിന്നെ അങ്ങോട്ട് പോയി ഒരു പ്രതികരണവുമില്ല. ആ കുറച്ച് കഴിഞ്ഞൊരു വാർത്താക്കുറിപ്പ് ഇറക്കി, നാണ്യവിളയെ റബ്ബറിനെ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്, അതോടെ തീർന്നു അവരുടെ പ്രതികരണം. എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇത്ര മതി, അത്ര തന്നെ. കോരന് കുമ്പിളിൽ കഞ്ഞി, അത്ര തന്നെ. ആരോട് പറയാൻ? കേഴുക കേരളമേ.